അയോധ്യ രാം മന്ദിറിന്റെ ഉദ്ഘാടനം ഈ ജനുവരിയിൽ നടക്കുകയാണ്. എന്താണ് അയോധ്യയുടെ പ്രസക്തി, പ്രാധാന്യം നമ്മുടെ രാജ്യത്ത്? സാംസ്കാരിക അധിഷ്ഠിതമായ ഒരു ദേശീയ പുനർനിർമ്മാണത്തിന് തീർച്ചയായും അയോധ്യ കാരണമാകും. ആ പുനർനിർമ്മാണത്തിന്റെ ഘടകങ്ങൾ ഈ പെസ്റ്റൽ ഫ്രെയിംവർക്കിൽ പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ, എൻവയോൺമെന്റൽ, ഡെമോഗ്രഫിക് എന്ന് പറയാം. പക്ഷേ നമ്മൾ ഈ മുന്നേറ്റങ്ങൾ നടത്തിയതിൻ്റെയൊക്കെ ഒരു അധിഷ്ഠാനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ഭരണഘടന എന്ന് പറയുന്ന ആ ഒരു ലീഗൽ ഡോക്യുമെന്റിൽ അധിഷ്ഠിതമായ ഒരു ദേശീയ പുനർനിർമ്മാണമാണ് പ്രധാനമായിട്ടും നടന്നത്. നമ്മുടെ ഭരണഘടനയിലെ നമ്മളുടെ ആ ഒരു ദിശാബോധം നൽകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തുല്യത, അതുപോലെ നീതി, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നൊക്കെ കാര്യങ്ങളാണ്. നമ്മൾ ഇത്രയും വർഷം 73 വർഷം നമ്മുടെ ദേശീയ പുനർനിർമ്മാണം നടത്തിയിട്ട് തുല്യത എല്ലാവർക്കും, ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും എത്തിയോ?